ഹലോ ഗായ്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നെല്ലിപ്പുളി എല്ലാം പഴുത്ത് താഴെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് എല്ലാം നമുക്കൊന്ന് പറിക്കാമെന്ന്. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കൈ എത്തണൊക്കെ നമുക്ക് പറിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ നെല്ലിപ്പുളി പറിക്കണ ഈ സംഭവം ഉണ്ടാക്കിയത് അമ്മേട്ടാ, അമ്മയുടെ ഐഡിയയാണ്. അതാകുമ്പോഴേക്കും നെല്ലിപ്പുളി താഴെ വീണ് പോവില്ല, നമുക്ക് കുപ്പിയിലേക്ക് തന്നെ വീഴുമല്ലോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ്. താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചതഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റ് കുപ്പിയിലേക്ക് തന്നെ വീഴുകയും ചെയ്യും, വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യുമല്ലോ. ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം കുറച്ചധികം മേളിലേക്ക് ഇത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മരം. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു കുറച്ചത് വെട്ടിക്കളയുകയും ചെയ്യാമെന്ന് പറഞ്ഞു. വെറുതെ നിന്നത് വീണ് പോണേണ്, നമുക്ക് ആർക്കും എടുക്കാനും പറ്റണില്ല, പറിക്കാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ച് കയ്യെത്തനൊക്കെ നമുക്ക് എല്ലാം കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്കും എടുക്കാം, പിന്നെ ആർക്കെങ്കിലും ആവശ്യമുള്ളതൊക്കെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഈ നെല്ലിപ്പുളി മരത്തിലാണെങ്കിൽ അധികം നാളങ്ങനെ കിടക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് ചീത്തയിപ്പം, പെട്ടെന്ന് മൂത്തത് പഴുത്ത് താഴത്തേക്കൊക്കെ വീഴും. അത് നമ്മൾ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കണം. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ ഉപ്പിലിട്ട്, പിന്നെ കുറച്ച് അച്ചാറിട്ട്, 2-3 കുപ്പിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് അച്ചാറിടാന്ന്. അങ്ങനെ കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഈ പറിക്കണത്. നമ്മുടെ ഇവിടെ ഇതിനെ നെല്ലിപ്പുളി എന്നാണ് പറയണത്. പിന്നെ നിങ്ങളുടെ അവിടെ ഈ പുളിക്ക് എന്ത് പേരാണ് പറയണതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നെല്ലിപ്പുളി, മാങ്ങ, എന്ത് സാധനമാണെങ്കിലും എനിക്ക് ഉപ്പിലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതുപോലെ പുളിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെല്ലിപ്പുളി അതുകൊണ്ട് എനിക്ക് വെട്ടിക്കളയാൻ ഭയങ്കര വിഷമമാണ്. അപ്പം നമ്മളിത് ഈ പാത്രത്തിലെടുത്തേക്കണം നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി അമ്മ പറിക്കണുണ്ട്, അപ്പം ഞാൻ അച്ചാറിടാനുള്ളത് മാത്രം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ, നമുക്കിത് മരത്തിൽ നിന്ന് നമ്മുടെ സ്റ്റെപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് കയ്യെത്തിച്ച് പറിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നിൽക്കാണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി. പക്ഷേ ഇതൊന്നും മൂത്തിട്ടുണ്ടായിരുന്നില്ല, ഇത് കുറച്ചുകൂടി വലുതാവാനുണ്ടാകുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറിച്ചില്ല, ഇനി ഇത് മൂത്തിട്ട് പറിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ നിൽക്കണതാണ് നല്ല രസമുണ്ട്. പിന്നെ ദേ ഇത് നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തതാണ്, കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് പിന്നെ അതിൽ നിന്ന് അടർത്തിയെടുക്കാനൊന്നും തോന്നില്ല, നല്ല ഭംഗിയുണ്ട് അത് കിടക്കണാനായിട്ട്, മുന്തിരിക്കുല പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ ആ അച്ചാറിടാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മൂത്തതൊക്കെ നമ്മൾ പറിച്ചെടുക്കണുണ്ട്. അങ്ങനെ നമ്മൾ കയ്യെത്തിച്ച് പറിക്കാനുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതുണ്ടാവാനായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ഈ പൂവിട്ടതൊക്കെ പോകും. നെല്ലിപ്പുളിയുടെ അവിടെയൊക്കെ പൂവിട്ട് നിൽക്കണണ്ട. മഴയൊക്കെ പെയ്യാൻ നേരത്ത് ഈ പൂവിട്ടതെല്ലാം പോകും. ഇനി ഇവ പറിച്ചെടുക്കണൊക്കെ ഉണ്ടാവുള്ളൂ, ഇനി പുതിയതായിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അതെ, നമ്മൾ പറിക്കണ സമയത്ത് കുറേയൊക്കെ താഴെ വീണ് പോയത് കൊണ്ട് അച്ഛനവിടെ താഴെ കുറേ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, പിന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷീറ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. താഴത്ത് മണ്ണിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുണിയൊക്കെ കെട്ടിയിട്ടുണ്ട്, തുണി ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഷീറ്റൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ വീഴണമൊക്കെ നമ്മുടെ ഷീറ്റിലേക്ക് വീഴുമല്ലോ, മണ്ണിലേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് നമ്മുടെ താഴെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. താഴെ നിന്ന് ഞാൻ എടുത്തതാണ് നെല്ലിപ്പുളി മരമൊക്കെ. ഫുള്ള് പച്ചപ്പാണ്, താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പാണ്. പിന്നെ അതേ അമ്മ
പുളി പറിച്ച് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് അച്ഛനാണ് ഇപ്പോൾ പറിക്കണതൊക്കെ താഴേക്ക് വീഴണേണ്. താഴെ ഇപ്പോൾ ഷീറ്റ് ഇട്ടേക്കണോണ്ട് വലിയ പ്രശ്നമില്ല. താഴെ വീണാലും അതിൻ്റെ പുറത്തേക്ക് വീഴുള്ളൂ. നമുക്കപ്പോൾ അതിൽ നിന്ന് പെറുക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് താഴേന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നുമില്ല, ആകെ കുറച്ച് മുറ്റേ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടിയും പിന്നെ ഇതുപോലെ നെല്ലിപ്പുളി ഉണ്ട്, മുരിങ്ങയുണ്ട്. ഉള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നെല്ലിപ്പുളിയുടെ കുരു വീണ് തന്നെ വേറെ കുറച്ച് തൈയൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ, നെല്ലിപ്പുളിയുടെ തന്നെ. അങ്ങനെ നമ്മളെല്ലാം പറിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാറിടാനായിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ അച്ചാറിടാനായിട്ടെല്ലാം നന്നാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഞെട്ടും ഇതൊക്കെ കളയാനുണ്ട്. ഇത് നമ്മൾ അച്ചാറിടാൻ പാകത്തിനുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. ഒരുപാട് പഴുത്തിട്ടുമില്ല, എന്നാൽ അധികം മൂത്ത് പോവാത്തതും ഒരുപാട് കക്കല്ലാത്തതുമായിട്ടുള്ളത്. ഇനി ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ഞാൻ പഴുത്തതൊക്കെ അതിൽ നിന്ന് പെറുക്കി മാറ്റണം കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും കിട്ടിയില്ല, പഴുത്ത് പോയതൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാനതൊക്കെ നോക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. അച്ചാർ പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇനി അതൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് നെല്ലിപ്പുളി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇത്രയും നെല്ലിപ്പുളി എടുത്ത് അച്ചാർ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അടുത്തുള്ള വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നെല്ലിപ്പുളി. പിന്നെ ഒരുപാടിട്ട് വെച്ച് കഴിഞ്ഞാലും ചീത്തയാവുമല്ല, അപ്പോൾ പിന്നെ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കി നമുക്കുള്ളത് ഉപ്പിലും കൂടി ഇടാമെന്ന് വിചാരിച്ചു. കൂടുതൽ ഉപ്പിലിട്ടാണ് വെക്കണത് ഇടാം. അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരുപാടൊന്നും നാളിരിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അച്ചാർ കുറച്ചിടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ അച്ചാർ അങ്ങനെ എല്ലാവരും ഒന്നും കഴിക്കില്ല. എനിക്കാണ് കൂടുതൽ ഇഷ്ടം നെല്ലിപ്പുളി അച്ചാർ. ബാക്കി അമ്മ പിന്നെ നാരങ്ങ അച്ചാർ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല. ഇത് ഞാൻ കുറച്ചുകൂടി അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്കൊരു കളർ തോന്നണുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടി അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ചധികം ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം അതിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഉപ്പൊന്നും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തച്ചാറാണെങ്കിലും വിനീഗർ ഒഴിച്ച് കൊടുക്കണമല്ലോ, കാരണം അത് പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അച്ചാർ സെറ്റാണ്. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ.